എന്നെ കാണുന്നവരിലും കേൾക്കുന്നവരിലും ഭൂരിഭാഗം പേർക്കും ദേഷ്യം വരുന്ന ഒരു കാര്യം എനിക്ക് പിന്നെയും നിങ്ങളോട് പറയേണ്ടി വരുന്നു. അതിന് കാരണമേ സംഭവം നിസ്സാരമല്ല. അതുകൊണ്ടാണ്. നമ്മൾ രാഹുൽ ഗാന്ധിയാണ്. നിങ്ങൾക്കോ എനിക്കോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ മനുഷ്യൻ ലോക്സഭയിലെ ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കനമുണ്ട്, ഭാരമുണ്ട്. അത് താങ്ങാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് ഇഷ്ടമില്ലായിരിക്കാം, പക്ഷേ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുകയല്ലേ. അപ്പോൾ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ലോകം മുഴുവൻ പരത്താനുള്ള സംവിധാനവും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയാണ് ബ്ലൂംബർഗ് എന്ന പ്രസിദ്ധീകരണത്തിൽ ഇന്ത്യ എന്തോ 12 ലക്ഷം ടൺ സ്വർണം പണയം വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അത് വിറ്റ് കളഞ്ഞെന്നും ഒക്കെ പറഞ്ഞ് വാർത്ത വന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പോയി പാട് നോക്കുക ആരാ നീ ചോദിച്ചു ഓടിച്ചു. അപ്പോൾ ഇതുപോലത്തെ വാർത്തകളൊക്കെ പ്ലാൻ ചെയ്യുക. അത് കഴിഞ്ഞ് പുള്ളി മിനിഞ്ഞാന്ന് കോൺഗ്രസിൻ്റെ ഒരു ചെറിയ സമ്മേളനം അതിനെ അഭിസംബോധന ചെയ്യുന്നു. അത് ഓഡിറ്റോറിയത്തിനുള്ളിലാണ്, ടി വിക്കാരുമില്ല. പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്ത് രാഹുൽ ഗാന്ധി തന്നെ പുറത്തു വിട്ടു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അദ്ദേഹം അതിൽ ഇപ്പോഴത്തെ സ്ഥിരം അദ്ദേഹത്തിൻ്റെ പ്രശ്നമായ ആർത്തിക് തൂഫാൻ, സാമ്പത്തികമായ കൊടുങ്കാറ്റ് കഴിഞ്ഞ തവണ പറഞ്ഞതുകൊണ്ട് പുള്ളി ഇത്തവണ ആർത്തിക് സുനാമി എന്നാക്കി. ഇച്ചിരി കടുപ്പത്തിലിരുന്നോട്ടെ എന്ന് കരുതിയിട്ടാകും. അങ്ങനെ സാമ്പത്തിക സുനാമി വരുന്നു. ആർക്കും നമ്മളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. നരേന്ദ്രമോദി എന്നല്ല, ഞാൻ വിചാരിച്ചാൽ പോലും ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം പോയി കഴിഞ്ഞു, ഖത്തം. ഇതാണ് ഫസ്റ്റ് പോയിൻ്റ്. അതിന് അദ്ദേഹം പറയുന്നത് ലോക എക്കണോമിയുമായിട്ട് നമുക്കൊരു ബഫർ ഉണ്ടായിരുന്നു. നമ്മളുടെ സാമ്പത്തിക രംഗം, ലോക സാമ്പത്തിക രംഗം, ഇതിനിടയ്ക്കൊരു ബഫർ ഉണ്ടായിരുന്നു. ഈ ബഫറാണ് ഈ വിലക്കയറ്റത്തിൻ്റെ ഷോക്ക് അത് ഇതൊക്കെ താങ്ങി ഇപ്പുറത്ത് വരാതെ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റക്കുറച്ചിൽ ഈ ബഫർ താങ്ങും. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ അത് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഒരു കുഷ്യൻ പോലെ ഇതിങ്ങനെ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി ഈ ബഫർ അങ്ങ് എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ചു വയ്ക്കാനും സാധ്യമല്ല. ഇതേത് ബഫറാണ് എന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു ബഫറില്ല. ഇനി അഥവാ ഒരു ബഫർ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ കുറച്ച് ക്ലോസ്ഡ് എക്കോണമി ആയിരുന്നു, അത് ഓപ്പൺ ചെയ്തത് നരസിംഹറാവുവിൻ്റെ കാലത്താണ്. അത് ന്യായമായിരുന്നു അതിനും കേട്ടോ. ഞാനുമൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ്. കാരണം രാജ്യം നിലനിൽക്കണമല്ലോ, ഇതുപോലത്തെ കളികൾ കളിച്ചുകൊണ്ടിരുന്നാൽ പോരല്ല. അപ്പോൾ അങ്ങനെ ബഫർ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് കീറിക്കളഞ്ഞത് നരസിംഹറാവുവാണ്. അത് എത്രയോ വർഷം മുമ്പ്, 1994, 95, 96 ഇങ്ങനെ. മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രി, നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ, ഇങ്ങനെ പോകുമ്പോഴാണ്. അന്ന് ഈ രാഹുൽ ഗാന്ധിയൊന്നും ഇത്ര പ്രോമിനൻസിൽ വന്നിട്ടില്ല, പയ്യൻസാണ്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു അങ്ങനെ ഒരു ബഫർ ഉണ്ടായിരുന്നു, അതെടുത്ത് കളഞ്ഞു. ഇനിയിപ്പം ഞാൻ വിചാരിച്ചാൽ നടക്കുകയുള്ളൂ. വരുന്നത് അനുഭവിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെ പറയുന്നത് അങ്ങനെയാണ്. वो तो आएगा ही, आप कुछ नहीं कर सकते, मैं कुछ नहीं कर सकता, सुनामी तो आएगा ही आएगा, अब देख लो क्या होता है. ഓ, അപ്പോൾ അങ്ങനെ ഇത് കൂടാതെ അദ്ദേഹം ഒരു കടുപ്പപ്പെട്ട രഹസ്യം പുറത്തു വിട്ടു. അതായത് മോദി സർക്കാരിനുള്ളിൽ ഇൻറ്റേർണൽ റിവോൾട്ട്, ആഭ്യന്തര കലഹം, അത് നടക്കുന്നു. അത് നടക്കുന്നതായിട്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് വിവരം തരുന്നുണ്ട്. ഞാനിത് കേട്ട് അന്തം വിട്ടുപോയി. അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഈ മനപ്രയാസം ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ. അതുകൊണ്ടാണ് ഈ CEC എന്ന് പറയുന്ന ജ്ഞാനേഷ് കുമാർ ഭൂലോക കള്ളനാണെന്നും ഇങ്ങേര് വോട്ട് ചോരിയും സീറ്റ് ചോരിയും നടത്തുന്നവനാണെന്നും
എല്ലാം ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നതാണ്. ഇല്ലേ? കഴിഞ്ഞ ബംഗാൾ തെരഞ്ഞെടുപ്പ് വരെ പറഞ്ഞുകൊണ്ട് നടന്നതാണ്. എന്ന് മാത്രമല്ല, റിട്ടയർ ആയി കഴിഞ്ഞാൽ പോലും തന്നെ ഞാൻ വെറുതെ വിടുകില്ലടൂ എന്ന് പറഞ്ഞതാണ്. പീച്ചാ കരയെങ്കിൽ നിന്നെ പുറകിൽ നിന്ന് വന്ന് ഞങ്ങൾ തല്ലും, നിൻ്റെ പിന്നാലെ ഞങ്ങളുണ്ട്, നോക്കിക്കോ, റിട്ടയർ ചെയ്താലും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. മാത്രമല്ല, കോൺഗ്രസ്സുകാരെ വിട്ടിട്ട് ജ്ഞാനേഷ് കുമാറിൻ്റെ ആഗ്രയിലെ വീട് ആക്രമിച്ചു ഈ രാഹുൽ ഗാന്ധി. എന്ത് ചെയ്യുമെന്ന് പറ. ഇതൊക്കെ ചെയ്ത ആൾ പറയുകയാണ് കഴിഞ്ഞ 3 വർഷമായിട്ട്, ഇപ്പോൾ 3 ദിവസമേ ആയുള്ളൂ എന്ന് പറഞ്ഞാൽ ജ്ഞാനേഷ് കുമാറിന് മനം മാറ്റം വന്നു എന്ന് നമുക്ക് ധരിക്കാം. ഇതങ്ങനെയല്ല, 3 വർഷമായിട്ട് ജ്ഞാനേഷ് കുമാർ ഒരുപാട് ഇൻഫർമേഷൻ ഫട്ടാഫട്ട് എൻ്റെ മൊബൈലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കയ്യിലുണ്ട്, കംപ്ലീറ്റ് രഹസ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം പിന്നെ ജ്ഞാനേഷ് കുമാറിനെ കള്ളനാണ്, കാവടയാണെന്നൊക്കെ പറഞ്ഞു തല്ലാൻ പോയത് എന്തിനാ? നിന്നെ കണ്ടോളാമെന്ന് പറഞ്ഞത് എന്തിനാ? അയാളുടെ ആഫീസർ കയ്യിൽ പോക്കൃത്തരം കാണിച്ചത് എന്തിനാ? 10-200 MP കൂടിയിട്ട് അവിടെ വലിയ സുനാമി ഉണ്ടാക്കിയില്ലേ? ജലപീരങ്കിയൊക്കെ അടിച്ച് ആകെ നാശമാക്കിയില്ല ഡൽഹിയിൽ. ഇതൊക്കെ എന്തിനായിരുന്നു? നിങ്ങളുടെ രഹസ്യ സുഹൃത്താണ് ആ മനുഷ്യനെങ്കിൽ അയാളെ എന്തിന് നിങ്ങൾ ഹരാസ് ചെയ്യണം? അതോ നാട്ടുകാരെ കാണിക്കാൻ നിങ്ങളും അയാളും കൂടെ നടത്തിയ കലാപരിപാടിയോ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജ്ഞാനേഷ് കുമാർ ഇപ്പോഴും രാഹുൽ ഗാന്ധി മാപ്പ് പറയണം പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ രാഹുൽ മാപ്പ് പറഞ്ഞിട്ടില്ല. അങ്ങേര് വേറെ കേസിനോ കുന്തത്തിനോ ഒന്നും പോയില്ല. അങ്ങേർക്ക് 110 ജോലികളുണ്ടല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ രഹസ്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നു. പിന്നെ പുള്ളിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് IB ചീഫാണ്. IB ഡയറക്ടർ ആയിരിക്കണം. IB ചീഫ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ IBയുടെ ഡയറക്ടർ ആയിരിക്കണം അദ്ദേഹമാണ് ചീഫ് അവിടെ. അപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ രാഹുൽ ഗാന്ധിക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു, കംപ്ലീറ്റ് വിവരം. IB ഡയറക്ടർ വാസ്തവത്തിൽ 3 പേർക്കാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 1 കേജ്രിവാൾ, 2 നരേന്ദ്രമോദി, 3 ഇപ്പോൾ രാഹുൽ ഗാന്ധി. കേജ്രിവാൾ കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞു IB എനിക്ക് വിവരങ്ങളെല്ലാം തരാറുണ്ട് എന്ന് പറഞ്ഞു. തരാറുണ്ടെങ്കിലും ഉണ്ട് എന്ന് മോദി. എന്ത് ചെയ്യാൻ? ഇത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ കേജ്രിവാൾ പ്ലേറ്റ് മാറ്റി. ഞാനിത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ IB എന്നിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നു, എന്നെ ഭീഷണിപ്പെടുത്തി നിരന്തരം ഫോൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാൻ ബഹളം വെച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്തു. പോലീസുകാർ പറഞ്ഞു, അല്ല ചേട്ടാ പോലെ, ആ ഫോൺ നമ്പർ ഏത് നമ്പറിൽ നിന്നാണ് വിളി വരുന്നത് അത് പറഞ്ഞ് ഇങ്ങനെയൊരു കുടുങ്ങി. അപ്പോൾ കേജ്രിവാൾ പറഞ്ഞു, ആ നമ്പറൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളെ ഒരാൾ ഫോൺ ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലൂ താ. അവസാനം നമ്പർ കൊടുത്തു. 2 ദിവസം പോലീസുകാർ നമ്പർ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അത് ആപ്പിൻ്റെ തന്നെ ഒരു പ്രവർത്തകനാണ്. അവനെ പറഞ്ഞ് ചട്ടം കിട്ടിയിരിക്കുകയാണ്, നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണി സന്ദേശം അയക്കണം. ഞാനതപ്പോൾ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഞാൻ പോലീസിനെ കാണിക്കും. അപ്പം മോദി കുടുങ്ങും. ഇങ്ങനെയൊക്കെയായിരുന്നു ഡിസൈൻ. അവസാനം ഊരും വാരിപ്പിടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പോലീസുകാർ കേസൊന്നും എടുത്തില്ല. ഇതൊക്കെ മിസ്ചീഫിലൊക്കെ പെടുന്നതാണല്ലോ, എന്ത് ചെയ്യാനാണ്. പിന്നെ 3ാമത് രാഹുൽ ഗാന്ധിക്ക് വിവരങ്ങൾ കൊടുക്കുന്നത് സീനിയർ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അടക്കം ഒരു 4 പേര്, അവരെയാണ് സാധാരണ സീനിയർ ജുഡീഷ്യറി എന്ന് വിളിക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നത് ചീഫ് ജസ്റ്റിസ് വരും, ജസ്റ്റിസ് പർദിവാല വരും, ജസ്റ്റിസ് BV നാഗരത്ന വരും, പിന്നെ ആരെങ്കിലും ഒരാൾ കൂടെ വരും. അതായത് 4 സീനിയർ മോസ്റ്റ് ആൾക്കാർ. അപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഈ വിവരം കൊടുക്കുന്നത് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ചിലപ്പോഴൊക്കെ പുള്ളിക്ക് സമയമില്ലെങ്കിൽ പർദിവാലയോട് പറയും, ഇന്നത്തെ വിവരങ്ങളൊക്കെ അറിയിച്ചോ രാഹുൽ ഗാന്ധി? ഇല്ല, ചേട്ടനെ അറിയിച്ചില്ലേ? എനിക്ക് നേരം കിട്ടിയില്ല. എന്നാൽ ഞാൻ കൊടുത്തേക്കാം. എന്നാൽ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ട് വരട്ടെ. ചേട്ടൻ പൊക്കും, വിവരമൊക്കെ ഞാൻ കൊടുത്തോളാം. ഇങ്ങനെ
സീനിയർ ജുഡീഷ്യറിയിലെ ആൾക്കാർ ഷാറ എന്ന് പറഞ്ഞുകൊണ്ട് വിവരങ്ങൾ കൊടുക്കും. ഇതെല്ലാം രാഹുൽ ഗാന്ധിയുടെ കയ്യിലുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് രാഹുൽ ഗാന്ധി പറയുന്നത് നരേന്ദ്രമോദി ഒരു എമർജൻസി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്, അടിയന്തരാവസ്ഥ വരും നാട്ടിൽ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇയാളുടെ തന്നെ അമ്മൂമ്മയാണ് ഉള്ളത്, ഇയാൾ മറന്നുപോയി തോന്നി. അവരല്ലാതെ വേറെ ആരും അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ആഭ്യന്തര അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടില്ല. ബാഹ്യ ആക്രമണം ഉണ്ടാകും അടിയന്തരാവസ്ഥ അതും ചെയ്തിട്ടില്ല. 99 നമ്മുടെ കാർഗിൽ യുദ്ധം നടന്നപ്പോൾ വാജ്പേയി അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിച്ചില്ല. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ മോദി അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിച്ചില്ല. അവർക്ക് വേണമെങ്കിൽ പ്രഖ്യാപിക്കാമായിരുന്നു ആഭ്യന്തര അടിയന്തരാവസ്ഥ. അതൊക്കെ പോട്ടേന്ന് ബംഗാളിൽ ഇത്രയും അക്രമവും വെല്ലുവിളിയും പ്രശ്നവും ഉണ്ടായിട്ട് 356 വകുപ്പ് വെച്ച് ആ സർക്കാരിനെ പിരിച്ചുവിട്ടോ മോദി? ഇല്ല. അന്ന് ഞാനും കുറേ മോദിയെ പ്രാഗിയതാണ്. അമിത്ഷായെയും പത്ത് ചീത്ത പറഞ്ഞു, ഇതെന്ത് പരിപാടിയാണ്, നിങ്ങളുടെ കയ്യിൽ ഭരണഘടനയിൽ ഈ വകുപ്പുണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ച് ഞാനങ്ങ് ധാർമ്മിക രോഷമൊക്കെ കൊണ്ട് ആര് കേൾക്കാൻ. അവരവർക്ക് ചെയ്തു. ഇപ്പോൾ ഭരണം അവർ പിടിച്ചെടുത്തു. ഈ പണ്ടാണ് ഇതിനെ നേരത്തെ പിരിച്ചു വിട്ടിരുന്നെങ്കിലുണ്ടല്ലോ, സഹതാപ വോട്ട് അത് ഇത് എന്നെ പിരിച്ചു വിട്ടേ എന്നൊക്കെ പറഞ്ഞ് ആ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ചിലപ്പോൾ ഇലക്ഷൻ റിസൾട്ട് അവർക്ക് അനുകൂലമായിട്ട് വന്നു എന്ന് വരും. അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രസേനയൊക്കെ ഇറക്കി അക്രമത്തിന് തിരിച്ചടി അതൊക്കെ കൊടുത്ത് ഇങ്ങനെ പോയിട്ട് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് സംഗതി മാറി. ഇതാണ് നരേന്ദ്രമോദിയുടെ ഓപ്പറേഷൻ. നരേന്ദ്രമോദിക്ക് ഈ പറഞ്ഞ കലാപരിപാടികൾ അവസാനിപ്പിക്കാൻ അടിയന്തരാവസ്ഥയുടെ ആവശ്യമില്ല എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളുടെ ഹിമന്ത ബിശ്വ ശർമ്മ വല്ല അടിയന്തരാവസ്ഥ ആവശ്യമാണ്. 40% മുസ്ലിങ്ങളാണ് അവിടെ. എന്നിട്ട് പുള്ളി 2/3 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നിരിക്കുക. ഏത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടാണ്? ഒന്നുമില്ല. ഇപ്പുറത്ത് സുവേന്ദു അധികാരി വന്നു ബംഗാളിൽ, അതിൻ്റെ ഇപ്പുറത്ത് ബീഹാറിൽ സമ്രാട് ചൗധരി വന്നു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെയും പടിഞ്ഞാറ് വശത്താണ് UP, യോഗി ആദിത്യനാഥ്. എന്തെല്ലാം ബഹളം, കച്ചറ, ബുൾഡോസർ, ഇതൊക്കെ കാണുന്നിട്ട് എന്താ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു? ഒന്നുമില്ല. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്വപ്നമാണ് അടിയന്തരാവസ്ഥ. അതെന്താണെന്ന് അങ്ങനെ അറിഞ്ഞുകൂടാ. അതാണ് എൻ്റെ രസം. അടിയന്തരാവസ്ഥ 1975 ഇദ്ദേഹത്തിൻ്റെ അമ്മൂമ്മ പ്രഖ്യാപിക്കുമ്പോൾ ഞാനൊന്ന് കോളേജിൽ പഠിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് എത്ര വയസ്സുണ്ടാകും? വല്ല 7 8 ഏറിയാൽ 10 വയസ്സുണ്ടാകും. അതിൽ കൂടുതലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ രാഹുൽ ഗാന്ധിയുടെ വയസ്സ് എത്രയാണെന്ന് ചുമ്മാ വേണമെങ്കിൽ ഏതെങ്കിലും ഗൂഗിൾ എടുത്ത് നോക്കിയാൽ മതി. അതുപോട്ടെ, അതിരിക്കട്ടെ. ഏതായാലും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല രാഹുൽ ഗാന്ധിക്ക്. അപ്പോഴാണ് അടിയന്തരാവസ്ഥ വരുന്നതും പോകുന്നതും. 19 മാസം പിന്നെ 21 മാസം ആണ് ടെക്നിക്കലി അടിയന്തരാവസ്ഥ നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ 21 മാസം കൊണ്ട് ഇദ്ദേഹത്തിന് വെളിവോ ബോധമോ ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ എന്ത് നടന്നു എന്ന് ഇങ്ങർക്ക് അറിയില്ല. എത്ര പേര് കൊല്ലപ്പെട്ടു എന്നറിയില്ല. മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല ചെറുപ്പക്കാർക്കും അടിയന്തരാവസ്ഥ എന്താണെന്നറിയില്ല എന്നുള്ളത് സത്യമാണ്. ആരാണെന്ന് ഈ 10-50 വർഷം പുറകോട്ട് പോയിട്ട് എന്തൊക്കെ അന്ന് സംഭവിച്ചു അത് ഇതെന്നൊക്കെ പറഞ്ഞ് ആരെയും അന്വേഷിക്കുന്നത്? അപ്പം എന്തെങ്കിലും വാഗ്വാദം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഗൂഗിൾ, ജെമിനി, മറ്റേ ഗ്രോക്ക് ഇതൊക്കെ എടുത്ത് നോക്കും എന്നുള്ളതല്ലാതെ വേറെ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് ആരും പഠിക്കാനൊന്നും മെനക്കെടുകയില്ല. മെനക്കെടാൻ പാടില്ല താനും. ഇപ്പം നടന്ന കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വായിക്കാൻ വല്ല റിസർച്ചിനൊക്കെ ആണെങ്കിൽ കൊള്ളാം. അല്ലാതെ ഒരു ജനറൽ നോളജ് എന്ന് വന്നു, എന്ത് സംഭവിച്ചു, മിനിമം കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ബട്ട് ഞാൻ അതിന് നടുക്ക് ജീവിച്ചവനാണ്. എൻ്റെ ബന്ധുക്കൾ പലരും ജയിലിലായിരുന്നു, ക്ലോസ് റിലേറ്റീവ്സ് പലരും ജയിലിലായിരുന്നു. ഞാനും ജയിലിൽ പോകേണ്ടതാണ്, എന്തുകൊണ്ട് പോയില്ല എന്ന് എനിക്ക് അല്പം. ഞാനിന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. എൻ്റെ അമ്മ എനിക്ക് കത്തയക്കും. ആ കത്ത് പൊട്ടിച്ച് വായിച്ചിട്ട് വീണ്ടും ഒട്ടിച്ചിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഞാനവരുടെ നോട്ടപ്പുള്ളിയാണെന്നുള്ളത് എനിക്കറിയാം. ബട്ട് എന്തുകൊണ്ടോ അറസ്റ്റ് ചെയ്തില്ല. ഞാൻ പിന്നെ അറസ്റ്റ്
വരിച്ചിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞ് വഴക്കിനും പോയില്ല. കാരണം അന്ന് RSSൻ്റെ നിർദ്ദേശമുണ്ട്, ആര് എപ്പോൾ എവിടെ സത്യാഗ്രഹം എന്ത് പ്രശ്നം ഉണ്ടാക്കണം, എന്ത് ചെയ്യണം, അക്രമം പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള സ്ട്രിക്റ്റ് ഓർഡേഴ്സുണ്ട്. അതനുസരിച്ചുള്ള കാര്യങ്ങളെ ചെയ്യാവുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരാളും ഒന്നും ചെയ്തുകൂടാ എന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ നിർദ്ദേശം അനുസരിച്ച് എന്നോടൊന്നും ചെയ്യാൻ പറഞ്ഞില്ല, ഞാനൊന്നും ചെയ്തില്ല. എന്നാലും എൻ്റെ കത്ത് പൊട്ടിച്ചുകൊണ്ടിരുന്നു. അത് ഞാൻ സംഘത്തിൽ അറിയിക്കുകയും ചെയ്തു, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, അവർ കത്ത് പൊട്ടിച്ചോട്ടെ, വായിച്ചോട്ടെ, അമ്മ അയക്കുന്ന കത്തല്ലേ, അതിനകത്ത് എന്തുണ്ടാവാനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അടിയന്തരാവസ്ഥ. ഒരുപാട് പേരെ തല്ലി, ഒരുപാട് പേര് മർദ്ദനം കൊണ്ട് മരിച്ചു. മറ്റു കുറേ പേര് അടിയന്തരാവസ്ഥ പിൻവലിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മരിച്ചു. ഇപ്പോഴും കുരച്ചും ചുമച്ചും ഒക്കെ കഴിയുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും വാർദ്ധക്യത്തിലെത്തി അന്ന് സമരം ചെയ്തവരെല്ലാം. ഇതാണ് അടിയന്തരാവസ്ഥ. ഇതൊന്നും അറിയാതെ രാഹുൽ ഗാന്ധി ചുമ്മാ അങ്ങ് തട്ടിവിടുകയാണ്. ഇങ്ങേര് നരേന്ദ്രമോദി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. പിന്നെ അവസാനത്തെ ഒരു തട്ടം കൊണ്ട് തട്ടി. പുള്ളി പറഞ്ഞു, എൻ്റെ നോട്ടത്തിൽ, രാഹുൽ ഗാന്ധിയുടെ നോട്ടത്തിൽ ഏറിയാൽ 1 വർഷം കൂടെ നരേന്ദ്രമോദി ഭരിക്കും, അത് കഴിഞ്ഞാൽ വീഴും, പോക്കാം, സംഗതി പോക്കാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ ഇത് കേട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ പ്രിയങ്ക ഗാന്ധി ചോദിച്ചു, അല്ല ചേട്ടനോട് ആര് പറഞ്ഞു ഈ 1 കൊല്ലം കഴിഞ്ഞ് ഇങ്ങനെ വീഴുമെന്ന്? ഓ, അതൊക്കെ ഞാനും തട്ടിവിട്ടതല്ലേ. അല്ല, ചേട്ടനല്ലേ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ മെസ്സേജ് അയക്കുന്നു, IB ചീഫിൻ്റെ വിവരം കിട്ടുന്നു, പിന്നെ മൂന്നാമത്തെ ജുഡീഷ്യറി ജഡ്ജിമാർ വിളിച്ച് പറയുന്നു, ആ കൂടെ കുഴപ്പമാണ്, ചേട്ടൻ്റെ കംപ്ലീറ്റ് ഡാറ്റ ഉണ്ടെന്നൊക്കെ പ്രസംഗിച്ചല്ലോ. ഞാനും ആ വീഡിയോ കണ്ടു. അതൊക്കെ ഓരോ നമ്പറുകളല്ലേ. എന്നാലും ഇങ്ങനെ നമ്പർ അടിക്കും ആൾക്കാർ. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് കുറച്ചുകൂടെ തലയ്ക്ക് മുളയുള്ളതുകൊണ്ട് അവരിങ്ങനെ ചിന്തിച്ചു. ഇപ്പോൾ IB ചീഫ് നമുക്ക് കുറച്ച് വിവരം തരുന്നു എന്ന് വെച്ചു. ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ വിവരങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ IB ചീഫ് എനിക്ക് വിവരങ്ങൾ തരുന്നുണ്ടേ എന്ന് മൈക്കിൽ ആരെങ്കിലും വിളിച്ചു പറയുമോ? അതോടെ പിന്നെ IB ചീഫ് വിവരം തരില്ലല്ലോ. രാഹുൽ ഗാന്ധി പെങ്ങളോട് പറഞ്ഞു, നിനക്ക് അറിഞ്ഞുകൂടായിട്ടാണ്, ഞാൻ നരേന്ദ്രമോദിയെ സൈക്കോളജിക്കലി നേരിടുകയാണ്, മനസ്സിലായോ? ഈ IB ചീഫ്, പിന്നെ സുപ്രീം കോടതി, ഇലക്ഷൻ കമ്മീഷൻ, ഇവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് വരുമ്പോൾ, അതറിയുമ്പോൾ എങ്ങനെ ഇവരൊക്കെ പെരുമാറുന്നു, നരേന്ദ്രമോദി എങ്ങനെ പെരുമാറുന്നു, ഇലക്ഷൻ കമ്മീഷനെ മാറ്റുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗുണ്ടടിച്ചിരിക്കുന്നത്. അല്ല, ഗുണ്ടടിച്ച് 24 മണിക്കൂറായി അനക്കമൊന്നുമില്ലല്ലോ അവിടെ. അല്ല, അതാ ഞാനും നോക്കുന്നത്. പ്രിയങ്കയ്ക്ക് അത്ര വിശ്വാസം വന്നില്ല. പ്രിയങ്ക അമ്മയോട് പറഞ്ഞു, സോണിയാഗാന്ധിയോട്, അമ്മച്ചി ചേട്ടനിങ്ങനെ അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇതെന്താ രഹസ്യം? അവനെ അങ്ങോട്ട് വിളിച്ച് ഞാനും അവനോട് ചോദിക്കാനിരിക്കുകയായിരുന്നു, ഇവിടെ വാടാ, എന്താടാ, ആരാടാ നിനക്ക് ഈ ജ്ഞാനേഷ് കുമാർ എന്ത് മെസ്സേജ് നിനക്ക് എന്ന് കാണിച്ച്? ഇല്ല, അതൊന്നും ഇല്ല അമ്മച്ചി. നുണ പറയുന്നോ? കാണിക്കടാ. അല്ല, അത് ഞാൻ വെറുതെ തള്ളിയതോ? നീയല്ലേ പറഞ്ഞു 3 വർഷമായിട്ട് മെസ്സേജ് കിട്ടുന്നുണ്ടെന്നൊക്കെ. നീ എന്നെ പൊട്ടിയാക്കണം, ഞാൻ പെറ്റ മകനാണ് നീ കേട്ടോ, എന്നേക്കാൾ വലുതാകണ്ടെന്നൊക്കെ പറഞ്ഞൊരു വരട്ട്. ആകെ പ്രശ്നം. കോൺഗ്രസ്സിലെ മറ്റുള്ളവർ, മല്ലികാർജുൻ ഖർഗെ, DK ശിവകുമാർ, ജയറാം രമേശ്, ഇവരൊക്കെ അന്യോന്യം എന്നിട്ട് എന്ത് രഹസ്യമാണ് മൂപ്പരുടെ കയ്യിലുള്ളത്? അത് വെറുതെ തള്ളിയതല്ലേ? അല്ല, അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ജയറാം രമേശ്. ചിദംബരം പറയുന്നു, അല്ല, അതും അതിലപ്പുറവും ചെയ്യും ആ പൊട്ടൻ, നമുക്കറിയാമല്ലോ. ഇപ്പോൾ DK ശിവകുമാർ പറഞ്ഞു, അങ്ങനെയല്ലപ്പ, ഒന്നുമില്ലാതെ അങ്ങനെ പറയില്ല. പുള്ളിക്ക് വലിയ ബുദ്ധിയില്ല എന്നൊക്കെ ഞാനും സമ്മതിക്കാം. പക്ഷേ ഉള്ള ബുദ്ധി വെച്ച് പുള്ളി പറയുന്നത് അച്ചട്ടാണ്. അതുകൊണ്ട് എന്തൊക്കെയോ വിവരങ്ങൾ കയ്യിലുണ്ട്. അപ്പോൾ ഇപ്പോൾ DK ശിവകുമാർ, VD സതീശൻ, സിദ്ധരാമയ്യ, രേവന്ത് റെഡ്ഡി, ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിയും ബഹളമൊക്കെയാണ്. എന്താ സംഭവം, എന്ത് വിവരമാണ് കയ്യിലുള്ളത്?
ഈ പണ്ടാരക്കാലിനോട്ട് പറയുന്നുമില്ല. വിവരം എന്താണെന്ന് പറയണ്ടേ നാട്ടുകാർ? കുറഞ്ഞ പക്ഷം കൂടെയുള്ളവരോടെങ്കിലും പറയണ്ടേ? ഇത് പറയുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി ആണയിട്ട് തോറ്റു. ഒരു വിവരവുമില്ലാതെയാണ് ഞാൻ ആ സമ്മേളനത്തിലൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ആ നരേന്ദ്രമോദിയെ സൈക്കോളജിക്കലി അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞതാണ്. ആവുന്നുമല്ല. എന്തോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇത്ര ധൈര്യമായിട്ട് പറയില്ല. ഇത്രയൊക്കെ ആയി വിവരങ്ങൾ നരേന്ദ്രമോദി അടുത്തെത്തി. നരേന്ദ്രമോദി ചിരിക്കാൻ തുടങ്ങി. കാരണം നരേന്ദ്രമോദി കൺഫ്യൂസ്ഡ് ആകും എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ പ്രസംഗം നടത്തിയത്. ഇപ്പോൾ ആ പ്രസംഗം കാരണം കോൺഗ്രസ്സിൽ കിടക്കപ്രതിയില്ലാതെ എല്ലാവർക്കും രാഹുൽ ഗാന്ധിയെ സംശയം. ഇയാളുടെ കയ്യിൽ എന്തോ ഉണ്ടെന്നും ഇല്ലെന്നും രണ്ട് വിഭാഗങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം അമ്മയ്ക്കും അനിയത്തിക്കും പോലും രാഹുൽ ഗാന്ധിയെ വിശ്വാസമില്ലാത്ത അവസ്ഥ. അവർ തമ്മിലും പറയും, അമ്മച്ചി ചേട്ടൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് കേട്ടോ. എനിക്കും അത് തോന്നിയത്, പക്ഷെ ഞാൻ എത്ര ചോദിച്ചിട്ടും അവൻ പറയുന്നില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാതിരിക്കുമോ? എന്തോ സംഗതിയുണ്ട്. അമ്മച്ചിയോട് ഇപ്പം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നോക്കട്ടെ, ഞാൻ രാത്രിയാകുമ്പോൾ അവനെ ഒന്നുകൂടെ വിളിച്ച് ചോദിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷൻ അറിഞ്ഞിട്ടാണ് നരേന്ദ്രമോദി ചിരിക്കുന്നത്. മാത്രമല്ല, താങ്ക് യു രാഹുൽ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ധന്യവാദ് രാഹുൽജി എന്ന് ഹിന്ദിയിലോ വല്ലതും ഒരു SMS വാട്സാപ്പ് മെസ്സേജോ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്ക് അയച്ചു കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സ്വപ്നം കാണാൻ നമ്മുടെ നാട്ടിൽ ടാക്സ് ഒന്നുമില്ല. രാഹുൽ ഗാന്ധി മനോഹരമായ, ഫൂളിഷാണെങ്കിലും മനോഹരമായൊരു സ്വപ്നം കണ്ടു. അത് കോൺഗ്രസ്സുകാരോട് പറഞ്ഞു എന്ന് നമുക്ക് സമാധാനിക്കാം. ബാക്കി ഇനി ഇതിൻ്റെ പിന്നാലെ എനിക്ക് തോന്നുന്നു ഇത് അവസാനത്തെ ഗുണ്ടാണ്. ഇനി എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും പുതിയ പുതിയ പ്രസംഗങ്ങളുമായിട്ട് ആശാൻ വരണേ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. അതനുസരിച്ച് മോദിക്ക് ചിരിക്കാനും ഒന്ന് റിലാക്സ് ആവാനും ഒക്കെ നമുക്കുമൊക്കെ ഒന്ന് ആസ്വദിക്കാനുള്ള വകയൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.